ഹായ് ഗൈസ്, ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിലാണ്, ഫ്ലൈറ്റിലാണ്. ഞങ്ങളിതാ ജസ്റ്റ് അഗത്തി എയർപോർട്ടിലേക്ക് ഇറങ്ങാനുള്ള ആരംഭത്തിലാണ്. ഞങ്ങളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഞങ്ങൾ അഗത്തി എയർപോർട്ടിൽ ഇറങ്ങി. ഹായ് ഗൈസ്, ഞങ്ങളിതാ അഗത്തി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ബോട്ട് മുഖാന്തരം കടമം എന്ന സ്ഥലത്തേക്ക് പോവാണ്. കടമത്ത് ഇവിടുന്ന് ഏകദേശം ഒരു 7 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി യാത്രയായിരിക്കും എന്ന് ഞങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും ഇനി ഞങ്ങൾ കടമത്ത് എത്തിയതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് എത്തുന്നതാണ്. ചാടി കയറിക്കോളില്ലേ, വീണു. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ അഗത്തി എത്തി. ലക്ഷദ്വീപില് അഗത്തിന്ന് ഞങ്ങൾ കടമത്തേക്ക് ഒരു ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, മിസ്റ്റർ അജിനുണ്ട്, പിന്നെ നമ്മുടെ വൈഫുണ്ട്, കുട്ടികൾ 2 ആൾ താഴുണ്ട്, പിന്നെ കുറച്ച് പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്. വെരി നൈസ് ഗൈസ്, വണ്ടർഫുൾ, നമ്പർ 1. ഒരു ആയി പറയടാ. ഹായ് ഹായ്. Meriah. ശരി, ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇവിടെ? ഇതെന്താ സാധനം?
പക്ഷെ ഞങ്ങൾക്കാവുമ്പോ ഇത്ര അങ്ങനെയല്ല. ഗൈസ്, രണ്ടാൾ വെള്ളത്തിൽ ചാടി പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി തോക്കുമായിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് മറ്റേ പിന്നെ എന്താ പറയുക ബോട്ട് നിയന്ത്രിക്കുന്ന സാധനം കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളൊരു പുതിയ ഒരു എക്സ്പീരിയൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗത്തിയിൽ നിന്നും ഞങ്ങൾ തോക്ക് ഉപയോഗിച്ച് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒത്തിരി ഉള്ളോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ മുറിക്കുന്നിടത്തിൽ പൂച്ച കുത്തിരിക്കും പോലെ വിനോദിൻ്റെ വൈഫ് ഇരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് വിനോദിനെ കാണാം. പിന്നെ നമ്മുടെ മേടും അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഫുൾ എൻജോയ്മെൻ്റ് ആണ്, അടിപൊളിയാണ്, എല്ലാവരും സൂപ്പറായി ഇരിക്കുകയാണ്. ഞങ്ങളെ നയിക്കുന്ന ആളാണ് ഈ മഞ്ഞ തൊപ്പിക്കാരി പ്രിൻസി കട്ടപ്പന. എന്തോ കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ എന്നാ എവിടെ സംഭവം എവിടെ? ആ മൈ ഗോഡ്, അടക്കി. ഓ മൈ ഗോഡ്, ഇതാണ് ജീവനുള്ള മീൻ. അതിനെ വെള്ളത്തിലിടരുതേ. ഹായ് ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ കിലുക്കാമ്പെട്ടി. കണ്ടോ? ഇനി ഇതിനെ ഗ്രില്ലിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളൊരു പൊരിക്കലുണ്ട് കേട്ടതാ. ഓരോരുത്തർ വായിക്കൂടി ഇങ്ങനെ കപ്പൽ ഓടുന്ന പോലെ വെള്ളം പോകണ്ട്. ഇതാ പോണാ, അതാ ഒരാൾ കുത്തിരിക്കുന്നുണ്ടല്ലേ. അത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് ഫ്രഷ് മീൻ അല്ലെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ കിളിമീൻ എന്ന് പറയുന്ന സാധനം. കണ്ടാ, അടിപൊളി കിളിമീൻ. നല്ല പേരുണ്ട്, ഉണ്ണിമേരി. ഉണ്ണിമേരി, ആ ഇതാണ് ഉണ്ണിമേരി. ദേഹത്ത് മീൻ മൊത്തം വീഴുന്നുണ്ട്, മീൻ വെള്ളം. അതല്ല, അത് വേണോട്ടെ, അത് നമുക്കൊരു വിഷയമുള്ള കേസല്ല. ഉണ്ണിമേരി, ഇതാണ് നമ്മുടെ മീനിട്ട പേര് കേട്ടോ. ഈ മീൻ സൗദി അറേബ്യയിൽ ഷേരി എന്നാണ് പറയാന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഷേരി ഷേരി. എന്തായാലും നമ്മൾ നല്ലപോലെ അതിൽ മസാല ഒക്കെ പുരട്ടിയിട്ട് അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. ഗ്രിൽ ചെയ്യാൻ പോവുകയാണ്. ഗ്രില്ല്, അതിൻ്റെ ടേസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മീൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഗ്രിൽ മെഷീൻ. ഗൈസ്, ഇതൊരു 5-10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കും. തീ കത്താതെ നോക്കണം, പാളാതെ നോക്കണം. ഇതൊക്കെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഇത് ഗ്രില്ലായി എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് തത്തമീൻ എന്ന് പറയുന്ന സാധനം. തത്തമീൻ പിന്നെ അത് ആദ്യം കുടിക്കണം. വാവ്, വാട്ട് എ സർപ്രൈസ്. ആ മേഡം, ഈ മീനിന്റെ പേരെന്താണ്? നീലക്കുയിൽ. നീലക്കുയിൽ. കൊമ്പുള്ള മീനുണ്ട്. ഇതിലുള്ള ഒരു ആന പോലെ. അരിക്കൊമ്പനല്ലേ? അല്ല, അതിന് തമിഴ്നാട്ടിലെയാണ്. ആ, അരിക്കൊമ്പനല്ലേ? അല്ല,
അതെ അതെ മൂന്നാറിലെ അരിക്കൊമ്പനാ.